രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ഭൗതികശാസ്ത്രം ചാപ്റ്റർ 3 പാഠഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന പാഠഭാഗത്തിലെ ഇലക്ട്രിക് കറണ്ട്, ഓംസ് ലോ, റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി, കളർ കോഡ് ഓഫ് റെസിസ്റ്റേഴ്സ് തുടങ്ങിയ പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യമായി ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് പരിശോധിക്കാം. കഴിഞ്ഞ അധ്യായങ്ങളിൽ സ്ഥിത വൈദ്യുതി, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, അതിനെപ്പറ്റി വളരെ ധാരാളം നമ്മൾ പഠിക്കുകയുണ്ടായി. എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും കറണ്ട് ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? ചലനത്തിലുള്ള ചാർജുകൾ വൈദ്യുത പ്രവാഹം അഥവാ ഇലക്ട്രിക് കറണ്ടിന് കാരണമാകുന്നു. ചാർജുകൾ ചലിക്കുമ്പോഴാണ് ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നതിന് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത്യാവശ്യമാണ്. When a potential difference is applied between the ends of a conductor, there is a net flow of charges through the section of the conductor. അതായത് the rate of flow of charges through any section of a conductor is called electric current. ഒരു ചാലകത്തിൽ Q ചാർജ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ആണെന്ന് കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. If Q is the charge flowing through a section of a conductor in a time t, then electric current I is equal to Q by T. അതായത് rate of flow of electric charge is called electric current. If n is the number of electrons and E is the charge of a single electron, then I may be written as I is equal to NE by T. ഇലക്ട്രിക് കറണ്ടിന്റെ ചില പ്രത്യേകതകൾ പരിശോധിക്കാം. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ഓഫ് കറണ്ട് കുളം പെർ സെക്കൻഡ് ആണ്. അതായത് ചാർജിന്റെ യൂണിറ്റ് ആയ കുളമ്പും ടൈമിന്റെ യൂണിറ്റ് ആയ സെക്കൻഡും കൂടെ ചേർത്തിട്ട് കുളം പെർ സെക്കൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിന് ചുരുക്കി ആംബിയർ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ആംബിയർ. 1 ആംബിയർ is equal to 1 coulomb per 1 second. 1 ആംബിയർ is the flow of 1 coulomb of charge in 1 second. അതായത് ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ചാർജുകളുടെ അളവാണ് 1 ആംബിയർ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 1 ampere current is equivalent to a flow of 6.2 into 10 raised to 18 electrons in 1 second. കറണ്ടിന്റെ മറ്റൊരു പ്രത്യേകത, current is a scalar quantity. Conventionally, current flows from positive to negative. അടുത്തതായി ഓംസ് ലോ എന്താണെന്ന് പരിശോധിക്കാം. താഴ്ന്ന ക്ലാസ്സുകളിൽ ഇതിന്റെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വൈദ്യുത പ്രവാഹത്തിന്റെയും വോൾട്ടേജിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷനാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് പരിശോധിക്കുക. അവിടെ ഒരു റെസിസ്റ്റൻസിന് അക്രോസ് ആയി വോൾട്ട്മീറ്ററും സീരീസ് ആയി ഒരു അമീറ്ററും ഘടിപ്പിച്ചിരിക്കുന്നു. ഈ ഉപകരണങ്ങളുടെ ഉപയോഗം നിങ്ങൾക്കറിയാം. വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത് സർക്യൂട്ടിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുന്നതിനും വോൾട്ടേജ് റീഡ് ചെയ്യുന്നതിനും, അമീറ്റർ ആ സർക്യൂട്ടിലൂടെ കടന്നുപോകുന്ന കറണ്ടിന്റെ തീവ്രത അളക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. കൂടാതെ ഒരു റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സാധ്യമാകും. അങ്ങനെയാണെങ്കിൽ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പരിശോധിക്കാം. The potential difference across the ends of a conductor is directly proportional to the current flowing through it, provided the physical conditions like temperature, pressure, strain, etc. of the conductor remains unchanged. അതായത് ഒരു നിശ്ചിത സിറ്റുവേഷനിൽ, ഒരു നിശ്ചിത പരിസ്ഥിതിയിൽ ആ സർക്യൂട്ടിലെ വോൾട്ടേജ് കറണ്ടിന് പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ഓം നിയമം പറയുന്നത്. ഓംസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഡെറിവേഷനിലേക്ക് പോകാം. ഇഫ് V is the potential difference across the ends of a conductor and I the current through it, then by Ohm's law I proportional to V, or V is equal to IR, where R is a constant of proportionality known as electric resistance or resistance of the conductor. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന് മലയാളത്തിൽ പ്രതിരോധം എന്ന് പറയാറുണ്ട്. The value of resistance depends on the nature of the material, its dimension and temperature, and not on the values of V and I. ഒരു പദാർത്ഥത്തിന്റെ റെസിസ്റ്റൻസ് അതിന്റെ മെറ്റീരിയലിന്റെ സ്വഭാവം, അതായത് അത് ചാലകമാണോ, ഇൻസുലേറ്റർ ആണോ, സെമി കണ്ടക്ടർ ആണോ എന്നുള്ളതിനെയും, ഡയമെൻഷൻ, ലെന്ത്, ഏരിയ തുടങ്ങിയവയും, കൂടാതെ ആ പദാർത്ഥത്തിന്റെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ചാലകത്തിൽ എങ്ങനെ മാറുന്നു എന്ന് കാണിക്കുന്ന ഗ്രാഫാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഫോർ എ കണ്ടക്ടർ, V and I are in proportional.
So at a particular temperature V is proportional to I. അതായത് കറണ്ടും വോൾട്ടേജും ഒരു പ്രൊപ്പോർഷനിൽ മാറുന്നതായി കാണാൻ പറ്റും. പക്ഷേ ഇതൊരു ലിമിറ്റഡ് ടൈമിലാണ്, ലിമിറ്റഡ് ടെമ്പറേച്ചറിലാണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നത്. ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. The reciprocal of the slope gives the value of resistance. അതായത് ഈ ഗ്രാഫ് വരച്ചതിന് ശേഷം അതിന്റെ റെസിപ്രോക്കൽ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് കിട്ടുന്നതായിരിക്കും. സ്ലോപ്പ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്. സ്ലോപ്പ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഒരു ചാലകത്തിന്റെ റെസിസ്റ്റൻസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോണുകൾ തമ്മിലുള്ള കൊളിഷന്റെ റേറ്റ് കൂടുന്നതായി കാണാം. അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് കൂടുന്നതിനുള്ള ഒരു കാരണം. റെസിസ്റ്റൻസ് by Ohm's law, R is equal to V by I. Resistance is defined as the ratio of potential difference applied across the conductor to the current flowing through it. Resistance in the unit ohm ആണ്. Resistance of a conductor is said to be 1 ohm if a current of 1 ampere flows through it when a potential difference of 1 volt is applied across it. റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേം ആണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഫിസിക്കൽ ഡയമെൻഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റെസിസ്റ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥത്തിന്റെ ഡയമെൻഷനെ ഡയമെൻഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ദ റെസിസ്റ്റൻസ് ആർ ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്. ദാറ്റ് ഈസ് ആർ പ്രൊപ്പോർഷണൽ ടു എൽ. അതായത് നീളം കൂടുന്നതിനനുസരിച്ച് ആ പദാർത്ഥത്തിന്റെ റെസിസ്റ്റൻസും കൂടും. റെസിസ്റ്റൻസ് ആർ ഓഫ് എ കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ദാറ്റ് ഈസ് ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ. അതായത് ഏരിയ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഓൺ കമ്പൈനിങ് ആർ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ ഓർ ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ, വേർ റോ ഈസ് കാൾഡ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. We have R is equal to rho L by A or rho is equal to RA by L. When A is equal to 1 meter square, അതായത് ഏരിയ 1 മീറ്റർ സ്ക്വയറും ലെന്ത് 1 മീറ്ററും ആണെങ്കിൽ rho is equal to R, അതായത് റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും തുല്യമാണെന്ന് കാണാൻ കഴിയും. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ ആണ്. Reciprocal of resistance is called conductance. Reciprocal of resistivity is called conductivity. അടുത്തതായി കറണ്ട് ഡെൻസിറ്റി എന്താണെന്ന് പരിശോധിക്കാം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പറയുകയുണ്ടായി. പക്ഷേ കറണ്ട് ഡെൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് നമുക്ക് നോക്കാം. Current density is defined as the current passing normally through unit area. അതായത് ഒരു യൂണിറ്റ് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ അളവ് കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് കറണ്ട് ഡെൻസിറ്റി. ലെറ്റ് I be the current flowing through a conductor of cross sectional area A, then current density J is written as J is equal to I by A. ഇതിന്റെ യൂണിറ്റ് ഏരിയ പെർ മീറ്റർ സ്ക്വയർ ആണ്. ആംബിയർ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ ആൻഡ് J ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി. അടുത്തതായി എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പരിശോധിക്കാം. ഒരു ചാലകത്തിലൂടെ ഇലക്ട്രോണുകൾ കടന്നു പോകുമ്പോൾ തീർച്ചയായും അവയ്ക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇലക്ട്രോണുകൾ മാസ് കൂടുതലുള്ള സ്ഥിര അയോണുകളുമായി കൂട്ടിമുട്ടലുകൾക്ക് വിധേയമാകുന്നു. കൂട്ടിമുട്ടലിന് ശേഷം ഇലക്ട്രോണുകൾ നിശ്ചിത വേഗതയിൽ ക്രമരഹിതമായി സഞ്ചരിക്കുന്നു. ഇവയുടെ ശരാശരി പ്രവേഗം 0 ആയിരിക്കും. അതായത് ഇലക്ട്രോണുകൾ ഒരു മെറ്റലിനകത്തൂടെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് നമുക്ക് പറയാം. When an external electric field is applied across the conductor, the free electrons will experience a force, that is minus EE, against the direction of electric field, due to which they will have an acceleration of EE by m. F is equal to ma ആണെന്ന് നമുക്കറിയാം. So acceleration is EE by m. During their accelerated motion through the conductor, they will collide with heavier metal atoms and momentarily come to rest. The average time interval between two successive collisions is called
റിലാക്സേഷൻ ടൈം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ പ്രത്യേകതകൾ. The distance traveled by an electron during this time interval is called free path. The average of entire free path is called mean free path tau. Due to repeated collisions, the average acceleration of the electrons is reduced to 0. So the electrons acquire a constant velocity opposite to the electric field. This average velocity with which free electrons in a conductor get drifted in a direction opposite to the direction of electric field is called drift velocity. Drift velocity കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ V is equal to minus E capital E tau by M ആണ്. ഇനി ഓംസ് ലായുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഓംസ് ലായുടെ ലിമിറ്റേഷൻസ് എന്താണെന്ന് പരിശോധിക്കാം. ഓംസ് ലാ ഒരിക്കലും ഒരു യൂണിവേഴ്സൽ ലാ അല്ല. ഓംസ് ലായ്ക്ക് പരിമിതികളുണ്ട്. അതായത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടു, ഓംസ് ലായുടെ വി ഐ ഗ്രാഫ് വരച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടേണ്ടത്. പക്ഷെ പലപ്പോഴും വിയും ഐയും തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവണമെന്നില്ല. പല പദാർത്ഥങ്ങളിലും അതൊരു പരാബോളിക് ഷേപ്പിലോ അല്ലെങ്കിൽ നോൺ ലീനിയർ ആയിട്ടോ മാറുന്നതായിട്ട് കാണാൻ പറ്റും. കറണ്ട് മേ vary non-linearly with the potential difference. In the case of metallic conductor, with increase in current, the resistance changes due to rise in temperature and the graph becomes slightly curved in figure. അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വിയും ഐയും തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റിക്ക് വ്യത്യാസം വരികയും കർവ്ഡ് നേച്ചറിലേക്ക് പോകുന്നതായിട്ടും നമുക്ക് കാണാം. The VI graph of the electrolyte is also not a straight line passing through origin due to the back EMF developed. This observation is against Ohm's law. ഇനി മൂന്നാമതായിട്ട് സെമി കണ്ടക്ടറുകളെ സംബന്ധിച്ച് എങ്ങനെയാണ് റെസിസ്റ്റൻസ് മാറുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. സെമി കണ്ടക്ടറുകൾ അറിയാം, അർദ്ധചാലകങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. ഇവയുടെ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും ലീനിയർ അല്ല, നോൺ ലീനിയർ ആയിട്ടാണ് മാറുന്നത്. ഒരു സെമി കണ്ടക്ടർ ഡയോഡിന്റെ ഫോർവേഡും റിവേഴ്സും ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചിരിക്കുന്ന ഗ്രാഫാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. പലപ്പോഴും റെസിസ്റ്റൻസ് നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന റെസിസ്റ്ററുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റെസിസ്റ്ററുകളുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ ടി വി, കമ്പ്യൂട്ടർ തുടങ്ങിയവയിലൊക്കെ ഉപയോഗിക്കുന്ന റെസിസ്റ്ററുകളുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ആ റെസിസ്റ്റർ കടയിൽ പോയി വാങ്ങിച്ചാൽ അതിന്റെ വാല്യൂ, അതിന്റെ ചിത്രം നോക്കി അതിൽ ചില റിങ്ങുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതിന്റെ മാർക്കിങ്ങുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് ആ മാർക്കിംഗ് ഉപയോഗിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? ഇതിന് പറയുന്ന പേര് കളർ കോഡിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. കളർ കോഡിംഗ് സിസ്റ്റത്തിൽ ഒരു റെസിസ്റ്ററിന്റെ ആദ്യത്തെ രണ്ട് വലയങ്ങൾ അല്ലെങ്കിൽ രണ്ട് കളറുകൾ കാണിക്കുന്നത് ആ റെസിസ്റ്റൻസിന്റെ വാല്യൂവിന്റെ രണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗറുകളെയാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ വലയം, മൂന്നാമത്തെ റിംഗ് കാണിക്കുന്നത് the number of zeros to be added to the right of the first two digits to get the total resistance. The fourth ring represents the tolerance known as the limit of accuracy or permitted variation in the value of resistance. ആ റെസിസ്റ്റൻസിന്റെ വാല്യൂവിൽ എത്ര ശതമാനം വ്യത്യാസം വരാം എന്ന് കാണിക്കുന്നതാണ് നാലാമത്തെ വലയം അല്ലെങ്കിൽ നാലാമത്തെ റിംഗ്. ആ കളർ കോഡിംഗ് സിസ്റ്റം കളറുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്ന ടേബിൾ ആണ്. നോക്കൂ, ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്, ഗോൾഡ്, സിൽവർ, നോ കളർ. ഇങ്ങനെയാണ് ആ ഓർഡർ. ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. ഒരു റെസിസ്റ്റർ, അതിന്റെ ആദ്യത്തെ റിങ്ങിന്റെ കളർ റെഡ് ആണ്, രണ്ടാമത്തെ കളറും റെഡ് ആണ്, മൂന്നാമത്തെ കളർ ബ്ലാക്ക് ആണ്, നാലാമത്തെ എക്സ്ട്രീം എൻഡിലെ കളർ ഗോൾഡ് ആണ്. അങ്ങനെ ആവുമ്പോൾ ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒന്നാമത്തെ ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ട് റെഡ് ആവുമ്പോൾ 2, രണ്ടാമത്തെ റെഡ് ആവുമ്പോൾ 2, സോ 22. മൂന്നാമത്തെ ബ്ലാക്കിന് കറസ്പോണ്ടിങ് ആയി 0s ആണ് വരേണ്ടത്. അപ്പോൾ ഒരു 0യും വേണ്ട. സോ 22 × 10⁻⁴. ഗോൾഡ് ആയതുകൊണ്ട് വേരിയേഷൻ ±5% ആണ്. സോ ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് ഈസ് 22 × 10⁻⁴ ±5% ohms. So the value is 22 ohms with a tolerance of ±5%. ഇത് മനസ്സിലാക്കുന്നതിന് ഒരു കോഡിംഗ് സിസ്റ്റവും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക് യു.